അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എല്ലാവർക്കും ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രാക്ടിക്കൽ മോഡിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി കാണിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചു തരാം. ഒപ്പം കൃത്യമായ നിയമങ്ങളും കൂടി പറഞ്ഞു തരാം. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ ഈ വർഷം ചെറിയ പെരുന്നാൾ നിസ്കാരം എല്ലാവർക്കും ഒരു തെറ്റും ഇല്ലാതെ നിർവഹിക്കാൻ പറ്റും. അത്രത്തോളം ലളിതമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാം. പെരുന്നാൾ നിസ്കാര ശേഷം എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ചർച്ച ചെയ്യാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ നമ്പർ 1 ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. അടുത്തത് ഈ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ ജമാഅത്തായി നിർവഹിക്കുക, അതിന് പുണ്യങ്ങളേറെയാണ്. ഇനി ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്കും നിസ്കരിക്കാം. ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ഫലം നമുക്ക് ലഭ്യമാകും. പക്ഷേ ജമാഅത്ത് പ്രത്യേകം സുന്നത്താണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ട സമയം. അതായത് പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെ, അതായത് ളുഹർ ബാങ്ക് വരെയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാനുള്ള സമയം. എന്നാൽ കൃത്യമായി മനസ്സിലാക്കണം, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ല സമയം പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര ഖദർ ഉയർന്നതിന് ശേഷം നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് പ്രവേശിക്കാം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ബാങ്കും ഇക്കാമത്തും വിളിക്കണോ എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. നമ്മൾ മനസ്സിലാക്കാം, പെരുന്നാൾ നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ ബാങ്കും ഇക്കാമത്തും വിളിക്കേണ്ടതില്ല. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ ബാങ്കും ഇക്കാമത്തും വിളിക്കേണ്ടതില്ല. ഇനി ചെറിയ പെരുന്നാളാകുമ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ നിലാവ് കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയങ്ങൾ നിരന്തരമായി തക്ബീർ ചൊല്ലുക എന്നുള്ളത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ രാവിലെ സമയങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതുപോലെ തക്ബീർ ചൊല്ലുക. ഇനി പെരുന്നാൾ നിസ്കാരത്തിനൊരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം കരുതുക നിയത്താണ്. അപ്പോൾ എങ്ങനെയാണ് ചെറിയ പെരുന്നാളിന് നിയത്ത് കരുതേണ്ടത്? ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ചെറിയ പെരുന്നാളിൻ്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് കരുതുക. ഇനി പൂർണ്ണമായി കരുതുന്നില്ല എങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാലും ശരിയാകും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമിങ്ങളാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തിൽ പ്രത്യേകം കരുതുക. ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തിൽ പ്രത്യേകം കരുതുക. അങ്ങനെ നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. സാധാരണ എല്ലാ നിസ്കാരത്തിലും ചെയ്യുന്ന പോലെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഇങ്ങനെ ആദ്യം തക്ബീർ ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്, നമുക്കറിയാം. അങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാലുടനെ എല്ലാ നിസ്കാരത്തെ പോലെ പെരുന്നാൾ നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതുക. ഇനി വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യത്തെ റകഅത്തിൽ വജ്ജഹത്തുവിന് ശേഷം 7 തക്ബീർ ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അപ്പോൾ വജ്ജഹത്തുവിന് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഇനി നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം, ഇവിടെ ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ പറയുക. അപ്പോൾ ആദ്യം നമ്മൾ വജ്ജഹത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ ഒരു പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം വീണ്ടും
തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഇങ്ങനെ വജ്ജഹത്തുവിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഓരോ തക്ബീറുകൾക്കിടയിലും ഈ പറഞ്ഞ ദിക്ർ നമ്മൾ പറയുക. എന്നാൽ 7ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ പിന്നെ ഈ ദിക്ർ പറയേണ്ടതില്ല. പിന്നീട് നമ്മൾ നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. നമുക്കറിയാം ഫാത്തിഹ സൂറത്ത് എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അപ്പോൾ 7 തക്ബീറിന് ശേഷം നമ്മൾ ഔദോതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്, നമുക്കറിയാം. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമർ ഓതുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. എന്നാൽ മിക്ക ആളുകൾക്കും ഒരു പക്ഷേ ഈ സൂറത്ത് അറിയുന്നുണ്ടാവില്ല. എന്നാൽ വിഷമിക്കേണ്ട, വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ സൂറത്ത് ഓതുക എന്നുള്ളതും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഹൽ അതാക സൂറത്ത് ഓതുക എന്നുള്ളതും പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ചിലരുടെ സംശയം, ഈ സൂറത്തും അറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയുന്നൊരു സൂറത്ത് ഓതുക. സൂറത്ത് ഓതിയാൽ അതിൻ്റെ ഫലം ലഭ്യമാകും. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ്. ആവശ്യം മനസ്സിലാക്കാം. അങ്ങനെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ തന്നെ റുക്കൂയിലേക്ക് പോവുക. റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം, 2ാം സുജൂദ്, ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ശേഷം നമ്മൾ മനസ്സിലാക്കുക, ശേഷം 2ാം സുജൂദിൽ നിന്ന് തക്ബീർ ചൊല്ലി നമ്മൾ നേരെ 2ാമത്തെ റക്അത്തിലേക്ക് വരും. അങ്ങനെ 2ാമത്തെ റക്അത്തിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അല്ലാഹു അക്ബർ ഇങ്ങനെ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക. അപ്പോൾ 2ാം സുജൂദിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് വരുന്ന സാധാരണ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ പറയുന്ന ആ തക്ബീർ, അത് കൂടാതെ എത്തിയതിന് ശേഷം 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ആവശ്യം മനസ്സിലാക്കാം. ഇവിടെയും ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ പറയുക. ഇനി 5ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ ഈ ദിക്ർ പറയേണ്ട ആവശ്യമില്ല. 5ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ നമ്മൾ നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. അപ്പോൾ പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ പ്രത്യേകമാക്കപ്പെട്ട സൂറത്ത് ഓതുക. അതല്ല എങ്കിൽ നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഓതാവുന്നതാണ്. ശേഷം റുക്കൂ, ഇഅ്തിദാല്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം, 2ാം സുജൂദ്, ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ ചെയ്ത് അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും. അങ്ങനെ അവസാനം മനസ്സിലാക്കുക, അത്തഹിയാത്തിന് വേണ്ടി ഇങ്ങനെ തവറുക്കിൻ്റെ ഇരുത്തം തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ചൊല്ലി നമുക്ക് സലാം വിട്ടാം. ഇങ്ങനെ സലാം വിട്ടിയാൽ പെരുന്നാൾ നിസ്കാരം പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ പെരുന്നാൾ നിസ്കാരത്തിൽ ഒരാൾ തക്ബീർ മറന്ന്, അതായത് പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ട 7 തക്ബീറോ 2ാമത്തെ റക്അത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ട 5 തക്ബീറോ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ 2ാമത് തക്ബീറിന് വേണ്ടി മടങ്ങരുത്. തക്ബീർ ചൊല്ലാതെ നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും. തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഇനി ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ ഒരിക്കലും 2ാമത് തക്ബീറിന് വേണ്ടി മടങ്ങരുത്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഇമാമ് തക്ബീർ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ ബാക്കിലുള്ള മഅ്മൂമിങ്ങളും തക്ബീർ ചൊല്ലരുത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാത്രമല്ല ഇമാമിനെ ഉണർത്താൻ വേണ്ടി പ്രത്യേകമായ ദിക്റുകളും അവർ പറയരുത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ തക്ബീർ മറന്നതിൻ്റെ പേരിൽ സഹബിൻ്റെ സുജൂദും ചെയ്യരുത്. ആവശ്യം ശ്രദ്ധിക്കാം. തക്ബീർ മറന്നാലും നിസ്കാരം ശരിയാകും. പക്ഷേ പെരുന്നാൾ നിസ്കാരം തക്ബീറുകളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ പൂർണ്ണമായി തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഒരാൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും എല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകമാക്കപ്പെട്ട ആദ്യത്തെ റക്അത്തിലെ 7 തക്ബീറും 2ാമത്തെ റക്അത്തിലെ 5 തക്ബീറും ഉണ്ടല്ലോ, ഈ തക്ബീർ ഉറക്കെയാണ് പറയേണ്ടത്. ഒരല്പം ഉറക്കെയാണ് തക്ബീർ പറയേണ്ടത്. തക്ബീറുകൾക്കിടയിൽ ചൊല്ലുന്ന തസ്ബീഹ് പതുക്കെയാണ് പറയേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി നമുക്കറിയുന്ന രൂപത്തിൽ ദുആ ചെയ്യാം. പുരുഷന്മാരുടെ ജമാഅത്താണെങ്കിൽ പെരുന്നാൾ നിസ്കാര ശേഷം
2 ഖുതുബ സുന്നത്തുണ്ട്. ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ ഇങ്ങനെ ഖുതുബ ഓതേണ്ടതില്ല. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ പെരുന്നാൾ നിസ്കാര ശേഷം നമുക്കാവുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യാം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ലളിതമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഇനി സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏറ്റവും ലളിതമായി ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു എഡ്ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഹിക്മ എന്ന് പറയുന്നൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റ് വഴി നമുക്ക് ഇഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു, ഒരുപാട് പേര് സാറ്റിസ്ഫൈഡ് ആണ്. ഈ പെരുന്നാൾ ദിനത്തിലോ ശേഷമുള്ള ദിവസങ്ങളിലോ അതിന് മുന്നേയുള്ള ദിവസങ്ങളിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനൊരു വിഷയം കൂടി മനസ്സിലാക്കാം. ഏറ്റവും നല്ല ഒരു റിലീഫ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ദീനി ആവശ്യങ്ങളിൽ ആ കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കുക, പറ്റുന്നൊരു എമൗണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബലിപെരുന്നാളാണെങ്കിൽ ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെയും രൂപം ഇതുപോലെ തന്നെയാണ്. പക്ഷെ നിയത്തിൻ്റെ അവിടെ ബലിപെരുന്നാൾ എന്ന്, അതായത് ഈദിൽ അദ്ഹ അല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ എന്ന് നിയത്തിൽ നമ്മൾ പ്രത്യേകം കരുതുക. അതേപോലെ പെരുന്നാൾ നിസ്കാരത്തെ പറ്റി വിവരിച്ച ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. മാക്സിമം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലും അങ്ങനെ തുടങ്ങി എല്ലാവരിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.